പാകിസ്ഥാൻ, സൗദി, തുർക്കി ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിക്കുകയാണ്. ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. സുമോദ്, പാകിസ്ഥാൻ, സൗദി, തുർക്കി ത്രിരാഷ്ട്ര കരാർ, അതിൻ്റെ ലക്ഷ്യം, അങ്ങനെ ഒരു കരാറിൻ്റെ ഉള്ളടക്കം, അത് ഇന്ത്യയെ ഏതൊക്കെ അർത്ഥത്തിൽ ബാധിക്കും എന്നാണിപ്പോൾ രാജ്യത്തിൻ്റെ വിലയിരുത്തൽ? എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സോഫാർ നടത്തിയിട്ടുണ്ടോ സുമോ? ഇപ്പോൾ വിദേശകാര്യ വക്താവ് നടത്തിയിരിക്കുന്ന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നുള്ള ഒരു ഒറ്റവരി പ്രതികരണം മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനിയൊരു ആക്രമണം നടക്കുകയാണെങ്കിൽ, ഇന്ത്യൻ അതിർത്തിയിൽ എവിടെ ആക്രമണം നടത്തുകയാണെങ്കിലും പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അങ്ങനെ ഒരു പാകിസ്ഥാനെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന് കൂടുതൽ സഖ്യകക്ഷികൾ അത് ആയുധ കൈമാറ്റം, സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇത്ര സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾക്കും വളരെയധികം പ്രത്യേകതയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഗൾഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു രാജ്യം, എണ്ണ ഉൽപാദനത്തിന്റെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമായ രാജ്യമാണ് സൗദി. ഇതുകൂടാതെ തുർക്കിയിലാണെങ്കിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പാകിസ്ഥാനാവട്ടെ മികച്ച കരസേന ഉള്ള ഒരു രാജ്യം കൂടിയാണ്. മാത്രമല്ല ഇന്ത്യയുമായി നിരന്തരം ഒരു പോരാട്ടത്തിലും സംഘർഷത്തിലും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഒരു സഹകരണമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകുന്നത്. ഈ നാറ്റോ 5-ലെ ഒരു ഖണ്ഡിക പ്രകാരം അത് പറയുകയാണെങ്കിൽ, ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം മറ്റു രാജ്യങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണമായി തന്നെ വിലയിരുത്തി ഒരു പരസ്പര സഹകരണം നാറ്റോയിലുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു സഹകരണം ഈ മെക്ക കരാറിന്റെ ഒരു ഭാഗമായി പാകിസ്ഥാന് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് വളരെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്.